പ്രകാശ് ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ പ്രകാശ് ഫാമിന്റെ ഗോശാല. ഇന്ത്യൻ ബ്രീഡ് പശുക്കൾ മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മൾ പശുക്കളെ വളർത്തുന്നതിന്റെ ഉദ്ദേശം വളത്തിന്റെ ആവശ്യത്തിനാണ്. കൂടുതൽ പാലൊന്നും നമുക്ക് ഇതിന്ന് ഇന്ത്യൻ ബ്രീഡ് പശുക്കളായതുകൊണ്ട് നമുക്ക് പാലൊന്നും അധികം, പക്ഷെ നല്ല അവരുടെ വളം കൊണ്ട് എനിക്ക് ഇവിടെ ഞാൻ ഇന്ത്യൻ ബ്രീഡ് പശുക്കളാക്കിയതിന് ശേഷം ഒരുപാട് വ്യത്യാസം അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഫുൾ ഇന്ത്യൻ ബ്രീഡ് പശുക്കളാക്കിയത്. ഒരുപാട് ഗുണങ്ങൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ്. പിന്നെ ഇവരെ വളർത്താൻ എളുപ്പമാണ്. കൂടുതൽ ഭക്ഷണത്തിന്റെ കാര്യമായാലും എല്ലതും വളരെ നമുക്ക് നമ്മളുടെ ഇതിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. എപ്പോഴും അസുഖങ്ങൾ വരുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടും പിന്നെ ഇവർക്ക് ഭയങ്കര ഇണക്കാണ്. നമ്മളുടെ ഈ സാധാരണ പശുക്കൾക്ക് ഇന്ത്യൻ ബ്രീഡ് പശുക്കൾക്ക് നമ്മളോട് അറ്റാച്ച്മെന്റ് കൂടുതലാണ്. അതും എന്നെ ഇതിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ ഇനിയും കൂടുതൽ പശുക്കളെ ഇന്ത്യൻ ബ്രീഡ് പശുക്കൾ എനിക്ക് വളർത്തണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പശുക്കളെ. ഏതെങ്കിലും ഒരു നല്ല പശുവിനെ കണ്ട എൻ്റെ മനസ്സിൽ ഇങ്ങനെ പശുവിനെ പറ്റി ഞാൻ ചെറുപ്പത്തിൽ ഞങ്ങളെ വീട്ടിൽ പശുക്കളെ വളർത്തിയിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ശീലക്കാരിയായിട്ട് മാറിയിട്ടുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതിൽ നിന്ന് ഏറ്റവും ഇന്ത്യൻ ബ്രീഡ് പശുക്കളുടെ ഉപയോഗിക്കുന്ന വളമാണ് നമ്മളുടെ പറമ്പിലേക്ക് വളത്തിന് ഏറ്റവും ഗുണം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ടുള്ള അനുഭവം കൊണ്ട് മനസ്സിലായതാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 25ഓളം പശുക്കളുണ്ട്. അതിന്റെ കുട്ടികൾ 19-20 പശുക്കളും അതിന്റെ കുട്ടികളും ഒക്കെ കൂടിയായിട്ട് 10-26 പശുക്കളുണ്ട്. ഇന്ത്യൻ ബ്രീഡ് പശുക്കൾ മാത്രം. അത് ഇവിടെ ഉണ്ടായ കുട്ടികൾ തന്നെയാണ് അധികം. പിന്നെ ചിലത് വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ തുടക്കത്തിൽ വാങ്ങിച്ചതുണ്ട്. അതിനെ അവർ പ്രസവിച്ച കുട്ടികളും ഒക്കെ കൂടിയിട്ടായിട്ടാണ് ഇപ്പൊ ഇത്രയും പശുക്കളുള്ളത്. നമുക്ക് ഓരോന്നിനെ പരിചയപ്പെടാം. ഇതിപ്പോ ഇവിടെയൊക്കെ ഞങ്ങൾ ചില സമയങ്ങളിൽ ഇപ്പൊ പശുക്കളെ പിന്നെ ഞങ്ങൾ പുറത്ത് കൊണ്ടേ കെട്ടും. അവർക്ക് ഇങ്ങനെ പുറത്ത് കൊണ്ടേ കെട്ടുക പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഞങ്ങൾ ആദ്യം ഇങ്ങനെ പറമ്പിലെ എല്ലാ സ്ഥലത്തും വിടുമായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ വിടാൻ പറ്റുന്ന അവസ്ഥയല്ല. നമ്മൾ ഒരുപാട് കൃഷികൾ ചെയ്യുന്ന കാരണം കൊണ്ട് ഇവരത് കടിച്ച് നാശാക്കുമല്ലോ. പിന്നെ ഒരാളെന്നെ പുറത്തിറക്കുമ്പോൾ എല്ലാവരും കൂടി ഓടും. അങ്ങനെ പല ഒരു സ്വഭാവക്കാരാണ് അവരൊക്കെ. ഒരു പ്രത്യേക സ്വഭാവങ്ങളാണ്. ചില സമയം എല്ലാവർക്കും ഭയങ്കര സ്നേഹമുള്ള സമയത്ത്, ചില സമയത്ത് ഒരാൾക്ക് ഒരു കുറുമ്പ് കാണിച്ചാൽ മറ്റുള്ളവരൊക്കെ ഏറ്റെടുക്കും അത്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ദൂരെ കൊണ്ടേ കെട്ടാൻ പറ്റില്ല. അതിനായിട്ട് കുറച്ച് സ്ഥലം ഒഴിവാക്കിയിട്ടിട്ടുണ്ട്. പകൽ അവിടെ കൊണ്ടേ കെട്ടും. പക്ഷെ ചിലപ്പോൾ കുറെ ആൾക്കാരെന്നെ ഒരു ദിവസം, കുറച്ച് ആൾക്കാരെന്നെ ഒരു ദിവസം ഒരു ഭാഗത്ത് കെട്ടിയാൽ പിറ്റേ ദിവസം നമ്മൾ മറ്റാൾക്കാരെന്നെ കെട്ടും. അങ്ങനെ സ്ഥലപരിമിതികൾ കുറച്ച് വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ എനിക്ക് ഇവരെ കൂടുതൽ ഇതിൽ കൊണ്ടുപോകണമെന്നുണ്ട്. നല്ല ബ്രീഡുകളെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ദൂരെ പോയി ഒന്നും മേടിച്ചതല്ല. ഇവിടെ ഉള്ള ചെയ്ത ആൾക്കാരുടെ അടുത്ത് നിന്ന് വിൽക്കുമ്പോൾ മേടിച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഓരോത്തിനെ നമുക്ക് പരിചയപ്പെടാം. ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇവള് കാർത്തൂന്നാണ് ഇവളെ പേര്. ഇവള് റാത്തി വിഭാഗത്തിൽപ്പെട്ടത്. ഇവളെ ഇപ്പൊ ഒരാഴ്ചയായിട്ടുള്ളൂ പ്രസവിച്ചിട്ട്. അവൾ ആൺകുട്ടിയാണ്, ഒരു കുട്ടിയാണ്. അപ്പോൾ ഇവൾക്കൊരു സ്വഭാവമുണ്ട്, കുറച്ച് വില്ലത്തരമുള്ള സ്വഭാവത്തിലുള്ളതാ. അപ്പോൾ ഓരോ സമയത്തും പ്രസവം കഴിയുമ്പോൾ ഇവളേനെ മെരുക്കാൻ കുറച്ച് പാടാണ്. അല്ലാത്ത സമയത്തും കുറച്ചുണ്ട്. പക്ഷെ ഇവളാണ് അവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ കുറുമ്പി എന്ന് പറയാം. എന്നാലും ആള് കുഴപ്പമില്ല, നല്ല ഇനത്തിൽപ്പെട്ടതാണ്. ഇത് വൃന്ദ എന്നാണ് ഇവളുടെ പേര്. ഇത് സഹിവാളാണ്. ഇവള് ചെനയായിട്ട് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. ചെന ഉണ്ട്. ഇത് കപില എന്ന് പറയും. ഇവളെ പേര് ജാനകി. കപില ഇത് പ്രത്യേക ഈ ഒരു കണ്ണ് കണ്ടോ, ഇത് കണ്ണ് ഗോൾഡ് തവിട്ട് കളറാണ്. ഇവരെ പ്രത്യേക അത് സഹിവാളിന്റെ കളറും ഈ കപിലയുടെ കളറും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. അവർക്കൊക്കെ തവിട്ട് കളറായിരിക്കും അവരെ ഇത്. ഒരു പ്രത്യേക ദിവസത്തിൽ ജനിക്കുന്നതുകൊണ്ടാണ് അത്ര കപില എന്നുള്ള പേര് വന്നിരിക്കുന്നത്. കപില മഹർഷിയുടെ ആശ്രമത്തിൽ ഇവരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഞാൻ കേട്ടറിവേ ഉള്ളൂ, എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയില്ല. എന്നാൽ ഇവരെ കളറ് ഈ ഒരു പ്രത്യേകത അവരെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. മറ്റുള്ള പശുക്കളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവരെ പെട്ടെന്ന് അതിന്റെ കപിലയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇത് കാസർഗോഡ് കുള്ളൻ വെള്ള. ഇവള് വല്ല സുന്ദരിയായി കണ്ടപ്പോൾ ഞാനൊന്ന് മേടിച്ചതാ. ഇവരൊക്കെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല്, ഞാൻ ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവരെയൊക്കെ ഒന്ന് ഒഴിഞ്ഞ് സന്തോഷിപ്പിച്ച് കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അതാണ് എനിക്ക് ഇവരോടുള്ള
ഒരു പ്രത്യേകത, നമ്മളോട് ഒരു പ്രത്യേക, നമ്മളെ പരിചയമുള്ള ആൾക്കാരോട് അവർക്കത് ഒരു പ്രത്യേക അടുപ്പം. ഇവളെ പേര് അമ്മിണി എന്നാണ്. ഇവള് കാസർഗോഡ് കുള്ളലിൽ പെട്ട. ഇവൾക്ക് ഇപ്പം ഉണ്ടായ കുട്ടീനെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അത് ആളൊരു സൂപ്പറാണ്. അവനെ ഞാൻ പ്രത്യേകമായിട്ട് ഒരു വീഡിയോ അവന് വേണ്ടിയിട്ട് തന്നെ, കാരണം ഒരുപാട് അവനെ പറ്റിയിട്ട് പറയാനുണ്ട് നമുക്ക്. അപ്പോൾ അത് ആ ഒരു പ്രത്യേക അവന് വേണ്ടിയിട്ട് തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് കൃഷ്ണയാണ്. ഇവളുടെ പേരും കൃഷ്ണ തന്നെയാണ് ഞങ്ങൾ ഇട്ടത്. പിന്നെ ഇത് സഹിവാള് വിഭാഗത്തിലുണ്ടായതാണ്. ഈ കുട്ടി ഇവിടെ ഉണ്ടായതാണ്. സഹിവാള് ഇവൻ താർപ്പാർക്കറാണേ, ഞാൻ പെട്ടെന്ന് മാറിപ്പോയി. പിന്നെ ഇവിടെ ഉണ്ടായ ഒരു കുട്ടി തന്നെ, ഇവിടെയുള്ള ഒരു തള്ളയുടെ കുട്ടിയാണിത്. ഇനി അപ്പുറത്ത് കുറെ പേരെ മാറ്റി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം, അവിടെ പോയി കാണാം, ഓരോരുത്തരും നമുക്ക് പരിചയപ്പെടാം. ഇവള് സഹിവാള് ഇനത്തിൽപ്പെട്ടതാണ്. ഇവള് പേര് നന്ദിനി എന്നാണ്. ഇവളിവിടെ ചെറുപ്പത്തിൽ വന്ന കുട്ടിയാണ്. കുട്ടിയായിട്ടിരിക്കുമ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇപ്പോൾ ചെനയ്ക്ക് കുത്തി വെച്ചിട്ടുണ്ട്. ഇവള് അടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും പ്രസവമൊക്കെ ആയി തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല ഇണക്കമുള്ളതാണ്. ഇവരൊക്കെ നല്ല ഇണക്കം ഉണ്ട്. അത് നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റുമാണ്. ഇത് പാർവതി, ഇവള് ഗീറാണ്. ഇവളുടെ അമ്മ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഇവള് ഭയങ്കര പേടിക്കാരിത്തിയാണ്. അതേസമയം നമ്മളതിനായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റുമാണ്. പേടിയുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ്. എപ്പോഴും എല്ലാവരോടും നല്ല, നമ്മളോട് നന്നായി, നമ്മളെ ഈ വീട്ടിലുള്ള എല്ലാവരോടും, ഇവിടെയുള്ള എല്ലാവരോടും, അടുത്ത് പരിചയമുള്ള എല്ലാവരോടും അവൾക്ക് നല്ല അറ്റാച്ച്മെൻ്റാണ്. ഇവളെ അമ്മ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അമ്മയും അങ്ങനെ തന്നെയാണ്, നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ളതാണ്. ഇവള് ഇപ്പോൾ ഏകദേശം 2 വയസ്സായി തുടങ്ങി. ഇനി കുറച്ച് കഴിയുമ്പോഴേക്ക് ഇവൾക്ക് മറ്റു ലക്ഷണം കാണിക്കുമ്പോൾ നമ്മൾ ഇവളെ കുത്തി വെക്കും. ഗീറിന് തന്നെ കുത്തി വെക്കുള്ളൂ. ഞങ്ങൾ കഴിയണതും അങ്ങനെ മുഴുവനായിട്ടും നല്ല ക്രോസ് ബ്രീഡ് വരാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പുങ്കാനൂരിൻ്റെ ഒന്ന് മാത്രം കാസർഗോഡിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാസർഗോഡ് കുള്ളലിൽ. ഇത് റാത്തി വിഭാഗത്തിൽപ്പെട്ടതാണ്. പിന്നെ കുറച്ച് നല്ല കുറുമ്പുള്ള ആളാണ്. ഇവളെ പേര് ധനു എന്നാണ്. അപ്പോൾ ഇവള് കുറച്ച് അത്യാവശ്യം നല്ല കുറുമ്പുകാരി തന്നെയാണ്. എല്ലാവരോടും കുറച്ചടുത്ത് പെരുമാറാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഇവൾക്ക് അധികം ആരേനെയും അങ്ങനെ വല്ലാതെ അടുപ്പിക്കൊന്നുമില്ല. ഇവളുടെ കുട്ടികളും ഉണ്ട് ഇവിടെ. ഇവളെ തന്നെ ചെറുപ്പത്തിൽ ഞാൻ ആദ്യം കുറച്ച് പശുക്കളെ മേടിച്ചതിൽ കൂട്ടത്തിലുള്ളതാണ്. ഇവളുടെ കുട്ടികളും ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പേര് രുദ്ര എന്നാണ്. കാങ്കറേജിനകത്ത് പെട്ടത്. അപ്പോൾ ഏകദേശം ഒരു 3 വയസ്സായിട്ടുണ്ടാവും. കുത്തിവെച്ചു ഒരു പ്രാവശ്യം, പക്ഷെ അവൾക്ക് ചെന പിടിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ അടുത്ത മതി കാണിക്കുന്ന സമയത്ത് അവൾക്ക് കുത്തിവെക്കും. വളരെ നല്ല ഇതായിട്ടുള്ള ഒരു സ്വഭാവമാണ്. അവൾ എന്നോട് ഭയങ്കര പക്ഷെ പുറത്തുനിന്ന് ഒരാളെ കണ്ടാൽ അവൾക്ക് ഇഷ്ടപ്പെടില്ല. അതിപ്പോൾ ഇവിടെ ആൾക്കാർ നിൽക്കുന്നതാണ് അവളുടെ പ്രശ്നം. അല്ലെങ്കിൽ അവൾക്ക് ഞാനിങ്ങനെ തടവി കൊടുത്താൽ നിർത്തിയാൽ പിന്നെയും തുടങ്ങും. തടവി കൊടുക്കാൻ കാണിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് അവളുടെ അടുത്തുനിന്ന് അങ്ങോട്ട് പോരാൻ ബുദ്ധിമുട്ടാവുന്ന വിധത്തിലാണ് അവളെ പെരുമാറ്റം. അവളിങ്ങനെ ഒരു പ്രാവശ്യം തടവി കൊടുത്താൽ പിന്നെയും തടവി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് തരും. അത്രയും നല്ലൊരു ഇണക്കുള്ളതാണ്. പക്ഷെ പുറമെ ഉള്ള ഒരാളേനോട് അവൾക്ക് അടുപ്പിക്കാൻ പറ്റില്ല. നമ്മളെ പരിചയമുള്ള അല്ലാത്ത ഒരാൾക്കാരേനെ അവൾ അടുപ്പിക്കില്ല. ഇതിൻ്റെ പേര് ഗംഗ എന്നാണ്. ഇവള് ഇവിടെ ഒരു ചെറിയ കുട്ടിയായിട്ട് ഞാൻ മേടിച്ചതായിരുന്നു. ആദ്യം ഞാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ പക്ഷെ ഇവൾക്ക് ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ വന്നു. അവിടുന്ന് ശരിക്ക് നല്ല ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാനും അവളെ തന്നെ എത്ര മാറ്റിയെടുക്കാൻ കുറേ ബുദ്ധിമുട്ടായി. ഇപ്പോൾ ആള് ഉഷാറായി നല്ല രീതിയിലേക്ക് വരുന്നു. ശരിക്കും ഭക്ഷണം കഴിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയായിരുന്നു അവിടുന്ന് കൊണ്ടുവന്ന സമയത്ത് ആളെ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ മരുന്ന് കുറേ ഇംഗ്ലീഷ് മരുന്നായിട്ടൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ കിരിയാത്ത തിളപ്പിച്ച് കൊടുക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം ആൾക്ക് നല്ല വ്യത്യാസം വന്നു തുടങ്ങി. ഇപ്പം നന്നായി ഭക്ഷണം കഴിക്കും, ആൾ ഉഷാറായി. ഇപ്പം ഏകദേശം നല്ലൊരു രീതി തന്നെയാണ്. ഇവൻ മണികണ്ഠൻ സാഹിവാളിൻ്റെ കുട്ടിയാണ്. ഇവൻ ഇവിടെ തന്നെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. ഇപ്പം ഏകദേശം 2 വയസ്സായി. ഞങ്ങൾ ഇവനെ പുറത്തേക്ക് കൊടുത്തിട്ടില്ല. മോരിക്കുട്ടികളാവുമ്പോൾ ഞങ്ങൾ വളർത്താൻ വേണ്ടി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ചില ബ്രീഡുകൾ ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവൻ നമ്മളോടൊക്കെ നല്ല ഇണക്കമുണ്ട്. പക്ഷെ എല്ലാവരെയും ഒന്നും അടുപ്പിക്കില്ല. ചില സമയങ്ങൾ അവന് ദേഷ്യമൊക്കെ വരും. പക്ഷെ വളരെ പരിചയമുള്ള ആൾക്കാരോടൊക്കെ നല്ല ഇണക്കമുള്ള വിഭാഗത്തിലുള്ള. ഇവൻ്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും.
അമ്മ ഉണ്ട് ഇവിടെ. അമ്മേനെ നമുക്ക് പരിചയപ്പെടാം. ഇത് വെച്ചൂരിനത്ത് പെട്ടതാണ്. ഇവള് ഭയങ്കര പേടിക്കാരുത്തിയാണ്. അത് എപ്പോഴും നല്ല പേടിയാണ് എപ്പോഴും. പക്ഷെ ആളെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ അവൾക്ക് 1-2 കുട്ടികൾ ഇവിടെ പ്രസവിച്ചത് ഉണ്ടായിരുന്നു. പിന്നെ മൂരിക്കുട്ടിയായിട്ടും പിന്നെ കുട്ടിയായിട്ട് വേറെ ഉണ്ടായിരുന്നു. 2 കുട്ടികളെ ഇവിടെ പ്രസവം കഴിഞ്ഞതാണ്. പക്ഷെ ഭയങ്കര പേടിയാണ് അവൾക്ക്. വെച്ചൂരാണ് ഇനത്തിൽ പെട്ടത്. പേരെന്താ വെച്ചാൽ കാർത്തിക എന്നാണ് ഇവളെ പേര്. ഇത് റാത്തിയുടെ കുട്ടിയാണ്. ഇവിടെ പ്രസവിച്ചത് തന്നെയാണ്. ഇവിടെ പ്രസവിച്ചപ്പോൾ ഏകദേശം 1.5 വയസ്സ് ആയി തുടങ്ങി. റെഡ് റാത്തീൻ്റെ ഇവിടെ കാണിച്ചിരുന്നു ഞാൻ നേരത്തെ. നല്ല കുറുമ്പി, അമ്മ ഭയങ്കര കുറുമ്പിയായിട്ടുള്ള അതിൻ്റെ മകളാണ്. ഇപ്പോൾ 1.5 വയസ്സായി. ഇത് താർപ്പാർക്കറിൻ്റെ കുട്ടിയാണ്. ഇവിടെ ജനിച്ചതല്ല, അവളെന്നെ ഞാൻ മേടിച്ചതാണ്. അടുത്ത് മേടിച്ചിട്ടേ ഉള്ളൂ താർപ്പാർക്കറിൻ്റെ കുട്ടി. ഇത് റാത്തീനത്തെ പെട്ടതാണ്. പക്ഷെ ഇതിന്ന് നമ്മൾ ഞാൻ മേടിച്ച ആളെടുത്തൊന്നും നമുക്ക് വല്ലാതെ അപാകത പറ്റിയെങ്കിലും പക്ഷെ ഞാൻ അങ്ങനെ വിൽക്കുന്ന സ്വഭാവമില്ല. അവർ പശുവിന് നല്ല ദോഷമുള്ളത് ഒന്നാമത് കുത്തുന്നുണ്ട്. പിന്നെ അതിന് പാല് ശരിക്ക് അവർ കിട്ടില്ല, പാല് കിട്ടില്ല. എൻ്റെ അടുത്ത് നമ്മളവിടെ അടുത്തുനിന്ന് മേടിച്ചതിൻ്റെ ശേഷമാണ് അത് അത്രയും ബുദ്ധിമുട്ടുള്ളതാണെന്നുള്ളത് മനസ്സിലായി. പോരാത്തതിന് അത് പ്രസവിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് ഗർഭപാത്രം പുറത്തേക്ക് വരിക, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമുക്കത് അവളെ ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഒഴിവാക്കേണ്ടത് നമുക്ക് മനസ്സ് സമ്മതിക്കണമില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പം അവളെ നിലനിർത്തി പോരുന്നത്. ഭയങ്കര ഈ റാത്തി വിഭാഗത്തിൽപ്പെട്ട എല്ലാതും നല്ല കുറുമ്പ് കാണിക്കുന്ന ഇവിടെ ഉള്ള 4 എണ്ണം നന്നായി കുറുമ്പ് കാണിക്കുന്ന സ്വഭാവക്കാരാണ്. ഇത് ഗീറിൻ്റെ കുട്ടിയാണേ. ഇത് നമ്മൾ മേടിച്ചതാണ്. ഈ താർപ്പാർക്കറിൻ്റെ കുട്ടി മേടിച്ചതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇവളേനെയും മേടിച്ചിട്ട് അധികമായിട്ടില്ല. എന്നാലും അവള് ഒരു ആരോഗ്യക്കുറവുണ്ട്. അവളെന്നെ ഞാൻ മെച്ചപ്പെടുത്തിയെടുക്കണം. ഞങ്ങളിവിടെ എന്താ വെച്ചാൽ ഇവിടെ യാതൊരു വിധത്തിലും മറ്റുള്ള അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള പെല്ലറ്റ് ഒന്നും ഞങ്ങൾ കൊടുക്കാറില്ല. ഇവർക്ക് ഞങ്ങൾ തീറ്റപ്പുല്ല്, അതേപോലെ സാധാരണ പുല്ല്, ഇവിടെ കൃഷി ചെയ്യുന്നിടത്തുനിന്നൊക്കെ പറിക്കുന്ന ആ പുല്ലുകൾ, അതേപോലെ പിന്നെ വൈക്കോല്, കൂടാതെ ചോളത്തവിട്, മറ്റുള്ള തവിടുകൾ, പിണ്ണാക്ക്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ കൊടുക്കാറുള്ളൂ. അല്ലാതെ പുറത്തുനിന്നുള്ള വേറൊരു വളർച്ച കൂട്ടാനുള്ളതോ ഒന്നും നമ്മൾ കൊടുക്കാറില്ല. അപ്പം നമ്മളുടെ അവരെ ക്വാളിറ്റി, അതുകൊണ്ട് ഞങ്ങൾ പാലിനുള്ള ക്വാളിറ്റിയും കൂടിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ എന്തായാലും അതിൻ്റെ ഗുണം തന്നെ മറ്റുള്ള നമ്മൾ വളമൊക്കെ ഉപയോഗിക്കുമ്പോൾ വരെ അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഞങ്ങൾ കുറേ മുന്നേ വളമൊക്കെ മേടിക്കുന്ന സമയത്ത് ചാണകം മേടിച്ചാലും നമുക്കതിൽ വളരെയധികം മറ്റുള്ള കീടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലായിരുന്നു. ഇപ്പോൾ നമുക്ക് കീടങ്ങളൊക്കെ വളരെ കുറവായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് റാത്തിയാണ്. ഇത് ഇവിടെ ഉണ്ടായ ഒരു റാത്തി പശുവിൻ്റെ കുട്ടി തന്നെയാണ്. ഇവളിവിടെ ജനിച്ച് വളർന്നത്. ഇവൾക്കൊരു അസുഖം വന്നു, അതിൻ്റെ പാടുകളാണ് ഇതൊക്കെ. ഇത് മാറിയിട്ടും ഈ പാടുകൾ ഇങ്ങനെ നിലക്കുന്നുണ്ട്. ഇത് എൻ്റെ പൊപ്പുട്ടൻ, നമ്മൾ കാസർഗോഡ് കുള്ളലിൽ പുങ്കാനൂര് കുത്തിവെച്ചിട്ടുണ്ടായതാ. ഇവനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ തന്നെ പറയാനുണ്ട്. ഇവൻ ചെറുപ്പം മുതലുള്ള അവൻ്റെ കാര്യങ്ങൾ. ഇപ്പം ഏകദേശം 1 വയസ്സായിട്ടേ ഉള്ളൂ. പക്ഷെ അവനെ അതിനായിട്ട് ഞാനൊരു പാപ്പുട്ടൻ്റെ ഒരു വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അവൻ ഭയങ്കര ക്യൂട്ടാണ്. അതിൻ്റെ കൂടെ അവൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അതെല്ലാം പറയാനുണ്ട്. നമുക്കത് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇത് ഗീറിനെ നമ്മൾ മേടിച്ചതായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 3-4 വർഷമായി. ആള് കുറച്ച് സ്വഭാവം മോശമാണ്. അങ്ങനത്തെ കുറച്ച് വാശിയും കുറുമ്പൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ഗീറിൽ ഇവിടെ 1-2 മാത്രമേ വളരെ കുറച്ച് ദേഷ്യം ഒക്കെ ആയിട്ടുള്ളതുള്ളൂ. അതുകൂടാതെ പിന്നെ അതും ഗീറാണ്. അവള് വാശിയും കുറുമ്പൊക്കെ ഉള്ള ആളാണ്. ഇവിടെ വന്നിട്ട് ഒരു 3-4 കൊല്ലത്തിൽ മേലെയായി, 4-5 കൊല്ലമായിട്ടുണ്ടാവും. ഇവളെ പേര് ദ്രൗപദി എന്നാണ്. ഇവളെ പേര് ശാന്തി എന്നാണ്. ഇത് ഗീറാണ്. ഇവളെ കുട്ടിയാണ് ഞാൻ നേരത്തെ കാണിച്ച വലിയ കുട്ടി. അവള് ഭയങ്കര പേടിയൊക്കെ ആയിട്ട്, ഇവളും പേടിയൊന്നുമില്ലെങ്കിലും ഭയങ്കര ശാന്ത സ്വഭാവകാരിയാണ്. ആരെയും ഒന്നും ചെയ്യില്ല. നല്ല ഇതായിട്ട് എപ്പോഴും. പക്ഷെ ആളിപ്പോൾ എന്താവോ കുറച്ചായിട്ടൊരു ക്ഷീണം പോലെ തോന്നുന്നുണ്ട് എപ്പോഴും. എന്തോ അറിയില്ല. എന്തോ ഡോക്ടറൊക്കെ വന്ന് നോക്കിയിട്ടും അങ്ങനെ ഒരു ഉന്മേഷം ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ഒരു ഉന്മേഷം ഇല്ലാത്ത പോലെ. വളരെ ശാന്ത സ്വഭാവകാരിയ ഇവളെ പേര് വൈഷ്ണവി എന്നാണ്. ഇതിപ്പോൾ ഇവിടെ ഉണ്ടായ 2 കുട്ടികൾ ഇപ്പം അടുത്ത ഒരാഴ്ചയായി പ്രസവിച്ച റാത്തീൻ്റെ പിന്നെ സഹിവാളിൻ്റെ കുട്ടികളാണ്. ഒന്ന് മൂരിക്കുട്ടിയാണ്, ഒന്ന്
പശുക്കുട്ടിയാണ്. താർപ്പാർക്കറാണ്. കാവേരി എന്നാണ് ഇവളെ പേര്. ഇവളും കുറച്ച് ദേഷ്യം ഒക്കെ കൂടുതലുള്ള വിഭാഗത്ത്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് അധികം ആയിട്ടില്ല. ഇവിടെ ഞാൻ ഒരു 6-7 മാസമായിട്ടേ ഉള്ളൂ അവളെ മേടിച്ചിട്ട്. ഇത് ഗൗരി. ഇവള് എൻ്റെ അടുത്ത് കുറേ കാലമായിട്ടുള്ളതാ. ഇവള് ഭയങ്കര പെറ്റാണ്. ഇവള് നല്ല ചില സമയത്ത് ഇന്നത്തിരി ഒരു നേരത്തെ എന്താവോ പുറത്തേക്ക് ഇറക്കുമ്പോൾ ചാടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. എന്താ അറിയില്ല, അന്ന് എന്തോ ഒരു പ്രത്യേകത കണ്ടു. അപ്പോൾ ഇവള് ഭയങ്കര അറ്റാച്ച്മെൻറ്റിൽ ഉള്ള ഒരാളാണ്. ഇവള് നല്ല നല്ല അറ്റാച്ച്മെൻ്റ് ആണ്. എന്തോ ചില ദിവസങ്ങളിലുള്ളൊരു പ്രത്യേകതയാണ്. അങ്ങനെ അവരിന്ന് രാവിലെ മുതലേ എന്തോ ഒരു ദേഷ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവളെ പേര് ഗൗരി എന്നാണ്. ഇത് കാങ്കറേജാണ്. ഇവള് അധികം ആയിട്ടില്ല ഇവിടെ വന്നിട്ട്. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് വല്ലാതെ ഇല്ല. ഇപ്പോൾ ആൾക്ക് കുറച്ച് വാശിയൊക്കെ കൂടുതലുള്ള ആളാണ്. ഇവള് ഇപ്പോൾ ഒരു ഇത് വന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരു അബോർഷനൊക്കെ നടന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലും ആണ് ആള്. അപ്പം അധികം ആയിട്ടില്ല അബോർഷനൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം മതി കാണിക്കുമ്പോൾ നമ്മൾ ആൾക്ക് കുത്തിവെക്കും. ഏതായാലും നമ്മളുടെ പിന്നെ രുദ്രയുടെ അടുത്ത് അങ്ങനത്തെ നല്ല അറ്റാച്ച്മെൻറ്റ് സ്വഭാവം ആൾക്കില്ലാത്തൊരു കാങ്കറേജ് ഉണ്ട്. ഇത് അർജുൻ. 4 വർഷമായി ഇവിടെ വന്നിട്ട്. നാട്ടിലിടയ്ക്ക് പോവും. കൊല്ലത്തിലോ 1.5 കൊല്ലം കൂടുമ്പോൾ പോവും അർജുൻ പോയിട്ട് നാട്ടിൽ പോയിട്ട് വന്ന് പിന്നെ അപ്പോൾ ആ കുറച്ച് സമയത്തേക്ക് ഞങ്ങൾ വേറെ ആരെയെങ്കിലും ഏൽപ്പിക്കും. പിന്നെയും അർജുൻ വരും. അപ്പോൾ പിന്നെ അർജുൻ തന്നെയാണ് ഇപ്പോൾ 4 വർഷമായിട്ട് അർജുൻ തന്നെയാണ് പശുവിനെ നോക്കുന്നത്. പിന്നെ ഇവർ രണ്ടാളും ഈ ഫാമിലെ ജോലിക്കാർ തന്നെയാണ്. ഒന്ന് ലിനുവിൻ്റെ യഥാർത്ഥ പേര് രതീഷ് കുമാറാണ്. പിന്നെ ഇത് ഡോക്ടർ നൗഷാദ്. ഈ നാട്ടിൽ നൗഷാദിനെ പിന്നെ എല്ലാവരും മൃഗ ഡോക്ടർ എന്നുള്ള പേരിലാണ് നൗഷാദ്. പശുക്കളെയൊക്കെ അത്രയും പശുക്കളെ പറ്റി അറിയും. കാര്യങ്ങൾ മരുന്ന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. അപ്പം ഇവർ ആദ്യം വന്നാൽ എന്താ ചെയ്യുക വെച്ചാൽ നൗഷാദും പിന്നെ ലിനു ആദ്യം വന്നാൽ ഈ പശുക്കളുടെ അടുത്ത് വന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും ഉറപ്പ് വരുത്തിയിട്ട് നമ്മളെ ഫാമിലെ മറ്റുള്ള പണിക്ക് നിൽക്കുള്ളൂ. പിന്നെ അർജുൻ്റെ ഒപ്പം എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വന്നാൽ ഇവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടും ചെയ്യിപ്പിച്ചിട്ടും ഒപ്പം നിന്ന് ചെയ്യിക്കാനൊക്കെ ഇവർ നിൽക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പശുക്കളുടെ വിവരങ്ങൾ. പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം പപ്പൂട്ടൻ്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്യണം. കാരണം പപ്പൂട്ടനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതായാലും ഒരുപാട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,